ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേച്ചയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേരായിട്ട് വിഷു ഇല്ല, കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഇല്ലാന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്ന് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയ ആൾക്കാരെ വീഡിയോസ് ആയിട്ടാനുള്ള സമയം കിട്ടിയില്ല. അതും കൂടെ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. ഞാൻ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വീഡിയോസിലെ കണക്ഷൻസ് നോക്കാം, എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യൽ സാരീസ് ആയിട്ടാണ്. കാരണം നമ്മുടെ സെമി ബനാറസ് സാരീസിന്റെ 2 ഷെയ്ഡ്സ് വരുന്നതും അതേപോലെ തന്നെ സെയിം ഷെയ്ഡ് വരുന്നതുമായിട്ടുള്ള സാരീസ് ആണ്. ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ആണ്. നമുക്ക് 1250 1500 ആണ് ഐറ്റംസ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. വേറെ ഒന്നും കാണിക്കാനുള്ള സാരീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് 1 by 1 നോക്കിയാലോ. ഞാനിത് പേഴ്സണലി യൂസ് ചെയ്തൊരു സാരി കേട്ടോ. ഇതിനൊക്കെ വേറൊരു കോമ്പിനേഷനാണ് ഞാൻ യൂസ് ചെയ്തത്. അത് സോൾഡ് ഔട്ട് ആയി പോയി. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സെമി ബനാറസ് സാരിയാണ്. കിഡിലൻ കോംബോ എന്ന് പറഞ്ഞാൽ കിഡിലൻ കോമ്പോസ് ആണ്. ഈ റെഡ് എപ്പോഴും റെഡ് ആൻഡ് ഗ്രീൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, സോൾഡ് ഔട്ട് ആയതാണ്. നമുക്ക് ലൈറ്റ് ഗ്രീൻ വരുന്നതാണ്. നമുക്ക് അടിപൊളി നമ്മുടെ ബനാറസ് സാരിന്റെ അതേ ഫിനിഷിങ്ങിൽ വരുന്ന മുന്താണിയാണ്. ഇതാണ് അതിന്റെ മുന്താണി വരുന്നത്. ഇത് അതിന്റെ ബ്ലൗസ് പീസാണ്. കണ്ട ബ്ലൗസ് പീസിൽ ഈ ഒരു ബോർഡറാണ് വരുന്നത്. ഇതിന്റെ നമ്മുടെ ഈ ഒരു ബോർഡറിൽ നല്ല ഹെവി വർക്കിനാണ്. നമ്മളെ സ്മോൾ ബുട്ടാസ് നമ്മുടെ ഫുൾ ഓൾ ബോഡിയിലുണ്ട്. അടിപൊളി വിയർ ചെയ്ത് നമുക്ക് വിൽക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് എന്താ പറയുക സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരിക്ക് നമുക്ക് 1500 ആണ് വരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒറിജിനൽ സാരി മാറി കൊടുക്കും അതേ റേഞ്ചിലേക്ക് വരുന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇപ്പോൾ 1500 ഈ സാരി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നമുക്ക് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇതിന്റെ കളേഴ്സിന്റെ ഇതിന്റെ കോംബോ വരുന്ന സമയത്ത് അതിന് ഈ സൈഡിൽ ഈ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. അതിന്റെ അടുത്ത വർക്ക് കാണിച്ചുതരാം. അതിന്റെ ആ സെയിം കോംബോ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. കേട്ടോ ബോർഡറിൽ അത് വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതാ ഇതിന് ബ്ലൂ കളർ അടിപൊളി. ഇതിന്റെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്റെ ഫേവറേറ്റ് കോംബോ ആയിരുന്നു. ഇതിന്റെ മുന്താണി വരുന്നത് ഇത് കളറാണ്. നല്ല നേവി ബ്ലൂ ഇതിലാണ് വരുന്നത്. നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെ തന്നെ സിൽവറിൽ അടിപൊളി കോമ്പോ ആണ്. അടിപൊളി കോമ്പോ ഒന്നും പറയാനില്ല ഈ ഒരു കോമ്പോക്ക്. അപ്പൊ നമുക്ക് എന്താ പറയുന്നത് ഈ ഒരു ഐറ്റവും വരുന്നുണ്ട്. ഇതിന് നമുക്ക് 1500 ഓൺലി ആണ്. ഇതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര റിച്ച് ലുക്ക് കണ്ട് നല്ല എലഗന്റ് ആയിട്ട് വരുന്ന സാരീസ് ആണ്. പിന്നെ അതിന്റെ വേറൊരു കളറാണ് ഈ ഒരു കളർ വരുന്നത്. ഇതാണ് നമ്മുടെ എന്താ പറയാ രണ്ട് കോൺട്രാസ്റ്റ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മുന്താണി ഈ ഒരു നേവി ബ്ലൂവും ഇതിന്റെ കളർ ഇങ്ങനെയും വരുന്ന കളേഴ്സ് വരുന്ന സാരീസ് ഇതാണ് വരുന്നത്. ബാക്കിയൊക്കെ ഇനി വരുന്നത് നമ്മുടെ എന്താ പറയാ സിംഗിൾ കളറാണ്. ഞാനത് കാണിക്കും. ഇത് 1500 ആണ് നമുക്ക് വരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാരീസിനൊക്കെ 1250 റുപ്പീസ് ഓൺലിയാണ്. കളേഴ്സ് കാണിച്ചു പോവാണ്. ഇതാ അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ ഓരോ കോമ്പിനേഷൻസും അടിപൊളിയാണ്. നമ്മൾ സിൽവർ ആണ് ഇതിന്റെ ചെറിയ വരുന്നത്. ഇതിന് കുഞ്ചലം വരുന്നുണ്ട്. ഞാൻ ഈ ഒരു സാരി കാണിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാലോ. കണ്ടോ ഇതിന്റെ മുന്താണിയെ സ്പീഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഡീറ്റെയിലിംഗ് ആയിട്ട് ചില ആൾക്കാർ പറയും വീഡിയോസ് ഭയങ്കര ലെങ്തിയാണ്. അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ മുന്താണി വരുന്നത്. ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് നമ്മുടെ മുന്താണി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വോൾ ബോഡി ബുട്ടാസ് വരുന്ന ഈ ഒരു സാധനം വരുന്നത്. ബോർഡറും കാണുന്നില്ല. നല്ല അടിപൊളി ഹെവി വർക്ക് തന്നെയാണ്. ഇതിന് നമുക്ക് ആകെ 1250 റുപ്പീസ്. ഈ ഒരു റേഞ്ചിൽ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹെവി തന്നെയാണ്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഐറ്റം കിട്ടുകയെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ വിയർ ചെയ്തിരിക്കുന്ന ഫോട്ടോസ് സത്യം പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കേരള സാരീസ് ആൻഡ് സെറ്റിംഗ് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞ സാരിയാണ്. പിന്നെ അടുത്ത കളേഴ്സ് ഞാൻ കാണിക്കാം. റെഡ് ഒന്നും പറയാനില്ല, അത്ര അടിപൊളി കളറാണ്. ഒന്നും കാരണം ഇതിന് ചെറിയ ഫ്ലവറാണ് ഇതിൽ വരുന്നത്. ചെറിയ ഫ്ലവർ ടൈപ്പാണ്. ഇതിന്റെ മുന്താണിയല്ല നമ്മുടെ ബോർഡർ വരുന്നുണ്ടോ. ഈ സൈഡിൽ ഈ ഒരു ബോർഡറാണ് വരുന്നത്. ഇത് ചെറിയൊരു ബോർഡറാണ്. ഇതിന്റെ മുന്താണിയെ ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ ബ്ലൗസ് പീസ് ഇത്രയും വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ മുന്താണിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ആകെപ്പാടെ വരുന്നത് 1250 റുപ്പീസ് ഓൺലിയാണ്. ഇത്രയും നല്ല ക്ലോത്ത് ആയിട്ടുള്ള ഈ ഒരു സാരിക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതിന്റെ അടുത്ത കളേഴ്സ് കാണാം. ഇതിന്റെ തന്നെ കളറിൽ ഞാൻ അടുത്ത വർക്ക് വരുന്നത് കാണിക്കാം. പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് അടുത്ത വർക്കാണ് വരുന്നത്. സെയിം തന്നെയാണ് വരുന്നത്. ഇതിന്റെ ചെറിയ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാ അതിന്റെ തന്നെ അടുത്ത കുറച്ചുകൂടെ മെറൂണിഷ് കളർ വരുന്ന കളറാണ്. അതിന് സെയിം സാധനം തന്നെ മെറൂണിഷ് കളർ വരുന്നതാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. മെറൂണിഷ്
മുന്താണിയിൽ കണ്ടോ, മുന്താണിയിൽ നമുക്ക് ഇത് വരുന്നുണ്ട്. മുന്താണി ഇതാണ് ചെയ്തത്, സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തത്. നമ്മുടെ ഡിസൈൻ എന്താണ് ബോഡിയിൽ വരുന്നത് അതിൻ്റെ ഒരു ചെറിയ പാറ്റേൺ ഓഫ് ബ്ലൗസ് ആണ് നമുക്ക് എപ്പോഴും ഇതിന് കൂടെ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഇത് സെയിം സാധനം തന്നെ, കളേഴ്സ് മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് മറ്റേ ഐറ്റത്തിൽ കാണിച്ചത് കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഐറ്റം മുഴുവനായിട്ട് മൂട്ടായിപ്പോൾ. അടുത്തത് അടിപൊളി നേവി ബ്ലൂ കളറാണ്. ഇതിന്റെ പറയാനില്ലല്ലോ, നേവി ബ്ലൂവിൽ ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. നേവി ബ്ലൂ ഫുൾ ബോഡി വരുന്നുണ്ട്. ഇതിന്റെ മുന്താണി വരുന്നത് ഇതാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫുള്ള് ഇതാക്കുന്നത്. ഇതിന്റെ കളർ ചേഞ്ചസ് ആണെങ്കിലും ഇതിന്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഐറ്റം ഇതിന്റെ തന്നെ സെയിം കളറാണിത്, സെയിം അതേപോലെ തന്നെ ബ്ലൗസ് പീസും വരുന്നത്. ഇതിന്റെ ഗ്രീൻ വരുന്നത് അതേ സെയിം സാധനം തന്നെയാണ് ഇതും വരുന്നത്. അതേ തന്നെയാണ് ഇതിന്റെ ഈ ഒരു റെഡും വരുന്നത് അതിന്റെ സെയിം ഡിസൈനിങ് ആണ്. പിന്നെ ഈ റെഡിന്റെ സെയിം ഇത് തന്നെയാണ് ഈ ബ്ലൂ വരുന്നത്, ലൈറ്റ് ബ്ലൂവിന്. ലൈറ്റ് ബ്ലൂ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ലൈറ്റ് നല്ലൊരു ഷെയ്ഡാണ്. എപ്പോഴും നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമെന്നറിയാം. കണ്ടോ, അതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ 1250 റുപ്പീസേ ഉള്ളൂ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈനിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ മാർക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് അടുത്ത സാരീസ് അടിപൊളി കളർ കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് ചെറിയ ഡിഫറൻസ്, ഒരു കളേഴ്സിൽ ഒരു ഡിഫറൻറ്റ് തോന്നുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വിചാരിച്ചത്. കാരണം എന്താ പറയുക, എന്തോ ഒരു ഭംഗി ഫീൽ ചെയ്യുന്ന ഒരു കളർ അല്ലേ. ഇതൊക്കെ ഇതിന്റെ മറ്റേ ഷെയ്ഡ് തന്നെയാണ്. ബ്ലൗസ് പീസും കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസമില്ല, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. എല്ലാ ഐറ്റവും ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെയാണ് വരുന്നത്, കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കളർ ഏതാ വേണ്ടത് എന്നുള്ള കാര്യം അയച്ചാൽ മതി. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം. അതൊക്കെ നല്ല ഈ ഒരു കളർ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കളറ്, അതേമാതിരി റെഡൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന കളർ, ഈ ഒരു കളറ്, പിന്നെ അതേപോലെ ലൈറ്റ് ബ്ലൂ കുറേ, ഈ ഒരു കളർ കുറേ ഉണ്ടായിരുന്നു. ഇതൊരു ഗ്യാങ് എടുത്തിട്ട് പോയതാണ്, ഞാൻ ഈ കളർ അതാ കാണിക്കാൻ വിട്ടുപോയത്. ഈ ഒരു കളർ കുറേ ഉണ്ടായിരുന്ന കളറാണ്. ഇത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിരുന്നെയാണ്. പിന്നെ ഉണ്ടോ ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് എല്ലാത്തിൻ്റെയും ബ്ലൗസ് പീസിന് ഇത് ഈ ഒരു വർക്കിൻ്റെ ചെറിയ ബുട്ടാസ് ആയിരിക്കും നമ്മുടെ ബ്ലൗസ് പീസിൽ ഉണ്ടാവുക. ഈ ഒരു പാറ്റേൺ കേട്ടോ. മറ്റേത് പ്ലെയിനിൽ ബോർഡർ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് നമ്മളെ സാരീസിന്റെ. അത് നിങ്ങൾ ആലോചിക്കണം, രണ്ട് സൈഡിലും ഇത് വരുന്നുണ്ട്. ഇതിന്റെ അടുത്ത കളേഴ്സ് കാണണം. ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇത് ഫുള്ള് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിരിക്കുന്ന സെയിം ഐറ്റംസ് തന്നെയാണ്. ഇതും ഡിസൈൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ ബുട്ടാസ് വരുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഒന്ന് ചെറുതൊന്നും വലുത്, അതിൻ്റെ ഡിഫറൻസുകളും കുറച്ചിൻ്റെ ബോർഡറിൻ്റെ വരുന്ന വ്യത്യാസം ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ്. കളേഴ്സ് മാർക്ക് ചെയ്യുക, അയക്കുക. ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് ഈ ഒരു കളേഴ്സിന് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വീണ്ടും പറയുന്നില്ല. ഇത് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ്. പല ആൾക്കാരും ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ്, GPay ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. ഓൺലൈൻ സർവീസ് അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇടുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് നിങ്ങളെ വീട്ടിൽ പോസ്റ്റിലായിട്ടാണോ DTDC ആയിട്ടാണോ സ്റ്റുഡൻസ് എങ്ങനെ വേണമെങ്കിലും എത്തുന്നതായിരിക്കും. വിഷു ഓണം സമയത്ത് ആ ലാസ്റ്റ് മൊമെന്റിലുള്ളത് എല്ലാത്തൊക്കെ പെട്ടെന്ന് ഡെലിവറി ആവുന്നുണ്ട്. ഐറ്റംസ് ട്രസ്റ്റഡ് ആയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും വീഡിയോയിൽ പറയും, മറ്റേതിൽ വേറൊന്ന് പറയും എന്നുള്ള രീതിക്കല്ല. നമുക്ക് വിഷു ഓണം ആ ഒരു സമയത്ത് മാത്രമാണ് എല്ലാവർക്കും ഡെലിവറിക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഡെലിവറി ബോയ്സ് ആണെങ്കിൽ ആ ലൊക്കേഷൻ ആൾക്കാർക്കൊക്കെ അത് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ എത്താൻ ബുദ്ധിമുട്ടിന്ന് പല ആൾക്കാരും പറഞ്ഞു. അതൊന്നും ഞാൻ റീസൺ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോർമൽ ഡേയ്സിലേക്ക് മാറി. അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഹോം ഡെലിവറി ആണെങ്കിൽ പോസ്റ്റിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ DTDCയോ സ്പീഡ് ആൻഡ് സേഫ് ആണെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്തി നമ്മൾ അതിൻ്റെ ഓഫീസിൽ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നിയറസ്റ്റ് പ്ലേസിലുള്ള ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും. ഇത്രയും ഞാൻ ഡീറ്റെയിലിംഗ് ആയി പറയുന്നതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും വിളിക്കുന്നത്. ഞാൻ എൻഡിൽ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കേണ്ടതുകൊണ്ടാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് മെസ്സേജ് അയക്കുക.
ഈ ഐറ്റം അവൈലബിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, നമ്മളെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഓൾമോസ്റ്റ് വീക്കിലി നമ്മൾ മാക്സിമം കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വീക്കിലി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ കുറേ തിരക്കായതുകൊണ്ടാണ് വീക്കിലി എന്തായാലും ഇനി വീഡിയോസ് വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വിഷയമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ വേണമെന്നൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് ഞങ്ങളോട് പറയാം. അടുത്ത വീഡിയോ ഞങ്ങൾ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.